നമുക്കൊരു ചക്ക വേവിച്ചാലോ? ഈ ചക്ക ഈ വർഷത്തെയല്ല, കഴിഞ്ഞ വർഷം ഇതേപോലെ നമ്മൾ അരിഞ്ഞിട്ട് ഫ്രീസ് ചെയ്താണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും. അതിലേക്ക് നമുക്ക് അരപ്പെടുക്കണം. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, കാന്താരി മുളക്, വെളുത്തുള്ളി നമ്മൾ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മളൊരു കുക്കർ എടുത്ത് നമുക്ക് ചക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ചക്ക ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ അരപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് അതിൽ ഇളക്കി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം വേണം. സോ ഇപ്പം നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ഞാൻ അരപ്പ് എടുത്ത പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് വെള്ളം എടുത്തേക്കുന്നത്. സോ അതാണ് ആ കളറ്. അപ്പോൾ കുറച്ച് വെള്ളം എടുത്തു, ഒരു ഗ്ലാസ് വെള്ളത്തോളം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അതിൽ കടുക് വറക്കണം. കടുക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഇനി തേങ്ങ ഇടണം. അത് ഞാൻ മിസ്സായിപ്പോയി. വേറൊരു പാത്രത്തിൽ ഞാൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഈ ചക്ക ഇതിലേക്കിട്ട് നമ്മൾ ഇളക്കാറാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ അല്ലാതെ തന്നെ ചക്ക വെച്ചിട്ട് കടുക് വറുത്തത് മേളിൽ വെച്ചിട്ടുണ്ട്. ഇനി അല്പം മീനും കൂടെ ആകാം, കുറച്ച് അച്ചാറും കൂടെയൊക്കെ വെച്ച് നമ്മുടെ ടേസ്റ്റി ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. സോ ഈ വർഷം ഇനി ചക്ക സീസൺ തുടങ്ങാറായി. നമുക്ക് ഫ്രഷ് ചക്കയും കഴിക്കാം.